നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറിയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 26 വയസ്സുള്ള ജിബു സർക്കാരിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ ഉച്ചഭക്ഷണ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പ്രധാനാധ്യാപകർ വീണ്ടും പ്രതിസന്ധിയിലായി. തുക അനുവദിച്ചതായി ഉത്തരവ് ഇറങ്ങിയെങ്കിലും സ്കൂൾ അക്കൗണ്ടിലേക്ക് ഇനിയും പണം എത്തിയിട്ടില്ല. അതിരപ്പള്ളിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വെറ്റിലപ്പാറ അരൂർമൊഴി മാളിയേക്കൽ വീട്ടിൽ ഡേവിസിനെയാണ് അരൂർമൊഴി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ അടിച്ചത്. വാർത്തകൾ വിശദമായി. വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറിയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ 26 വയസ്സുള്ള ജിബു സർക്കാരിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. ആലത്തൂർ പഷ്ണത്ത് വീട്ടിൽ രവീന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള മാള വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറി വർക്ക്സ് എന്ന സ്ഥാപനത്തിന്റെ ലോക്ക് പൊളിച്ച് അകത്ത് കയറി 13 ഗ്രാം സ്വർണവും 100 ഗ്രാം വെള്ളിയും മോഷ്ടാവ് കവർന്നു. പുലർച്ചെ സൈക്കിളിൽ ജ്വല്ലറിയിലേക്ക് എത്തിയ പ്രതി ജ്വല്ലറിയുടെ മുൻവശത്തേക്ക് തിരിച്ചു വച്ചിരിക്കുന്ന CCTV ക്യാമറ ഫ്ലെക്സ് ബോർഡ് വെച്ച് മറച്ചു വെച്ചതിനു ശേഷമാണ് മുൻവശത്തെ ലോക്ക് തകർത്ത് അകത്ത് കടന്ന് മോഷണം നടത്തിയത്. തുടർന്ന് സംഭവസ്ഥലത്ത് നിന്ന് ഫോറൻസിക് വിദഗ്ധർ, ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട്, ഡോഗ് സ്ക്വാഡ്, സൈബർ വിദഗ്ധർ എന്നിവർ തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട DYSP CL ഷാജു, മാള ഇൻസ്പെക്ടർ സജിൻ ശശി, SI PM റഷീദ്, ASIമാരായ രാജീവ് നമ്പീശൻ, നജീബ് ബാവ, ES ജീവൻ, സീനിയർ CPO TS ശ്യാം, CPOമാരായ KS ഉമേഷ്, EB സിജോയ്, ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, മാള. സ്കൂൾ ഉച്ചഭക്ഷണ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പ്രധാനാധ്യാപകർ വീണ്ടും പ്രതിസന്ധിയിലായി. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ ചെലവിനുള്ള തുക അനുവദിക്കാത്തതാണ് അധ്യാപകരെ കടക്കണിയിൽ ആക്കിയിരിക്കുന്നത്. തുക അനുവദിച്ചതായി ഉത്തരവ് ഇറങ്ങിയെങ്കിലും സ്കൂൾ അക്കൗണ്ടിലേക്ക് ഇനിയും പണം എത്തിയിട്ടില്ല. ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ ചെലവിനുള്ള തുക അനുവദിക്കാത്തതിനാൽ പ്രധാന അധ്യാപകർ വീണ്ടും കടക്കണിയിലായി. മുട്ട, പാൽ വിതരണത്തിന് ചെലവായ തുകയും അനുവദിച്ചിട്ടില്ല. പ്രധാനാധ്യാപിക സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് ആഗസ്റ്റ് മാസത്തെ മുട്ട, പാൽ വിതരണത്തിന് ചെലവായ തുക അനുവദിച്ച് ഉത്തരവ് ഇറക്കിയെങ്കിലും സ്കൂളുകളുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ നടപടിയായില്ല. പാചക തൊഴിലാളികൾക്ക് ആഗസ്റ്റ് മാസത്തെ വേതനം 1000 രൂപ കുറച്ചാണ് അനുവദിച്ചത്. സെപ്റ്റംബറിലേത് നൽകാൻ നടപടിയുമായില്ല. തുക അനുവദിക്കാൻ വൈകുന്നതിൽ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി G. സുനിൽകുമാർ, പ്രസിഡന്റ് P. കൃഷ്ണപ്രസാദ് എന്നിവർ പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. അതിരപ്പള്ളിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വെറ്റിലപ്പാറ അരൂർമൊഴി മാളിയേക്കൽ വീട്ടിൽ ഡേവിസിനെയാണ് അരൂർമൊഴി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ വടികൊണ്ട് അടിച്ചത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. ബുധനാഴ്ച രാത്രി ഡേവിസിന്റെ പറമ്പിലേക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ടോർച്ച് അടിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടായി. തുടർന്ന് വ്യാഴാഴ്ച രാത്രി 9:30 വീട്ടിലെത്തി ഉദ്യോഗസ്ഥർ കതകിൽ മുട്ടി വാതിൽ തുറപ്പിച്ച് ഡേവിസിനെ അകാരണമായി വടികൊണ്ട് അടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഡേവിസിന്റെ ഭാര്യ തടഞ്ഞതോടെയാണ് ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയത്. കൈകൾക്ക് പരിക്കേറ്റ ഡേവിസ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇത് സംബന്ധിച്ച് അതിരപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അല്ല ചെല്ലേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു പോറശാരൻ മദ്യപിച്ച് നല്ല പറ്റായിരുന്നു. പേരറിയില്ല, വൈഫുണ്ട് ഇപ്പൊ നിലവിലുണ്ട്. ഞാൻ ചോദിച്ചപ്പോ ആള് നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് ആന നിങ്ങളുള്ളടത്ത് വരുന്നത്. അപ്പൊ എന്റെ പറമ്പിൽ കയറി നശിപ്പിച്ച ആ സീൻ ആളെ കാണിച്ചു കൊടുത്തു. ഞാൻ ആളോട് ഡയറക്റ്റ് ചോദിച്ചു നീ മദ്യപിച്ചോണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടിയില്ല. ഇന്ന് അത് കഴിഞ്ഞിട്ട് ഇന്നലെ നിനക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാണ് ഇന്ന് വീട്ടിൽ വന്നു. ഒരു മണിക്കൂർ മുന്നേ, അതായത് ഒരു 9 മണിയൊക്കെ ഉണ്ട്. വൈഫിനെ വിളിച്ച വന്നിട്ട് നിനക്ക് ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഉവ്വ എന്ന് പറഞ്ഞു.
അപ്പൊ ലാത്തിക്കൊരടി. അപ്പൊ ഞാൻ തടഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ പറയാൻ കാരണം അടിച്ചത്. ലാത്തി കൊണ്ട് അടിച്ച. ചേട്ടന്റെ വീട് എവിടെയാണ്? എന്റെ വീട്ടിലെ പറ അരുവൻമഴ അമ്പലത്തിന് സമീപം. അവിടെ ഫോറസ്റ്റ് ഓഫീസ് അതിന്റെ തൊട്ടടുത്ത് രണ്ടാമത് കൂടാണ്. ഓ അത് ശരി. ഇയാളെന്ന് എങ്ങനെ വന്ന? ഇയാളിപ്പോ യൂണിഫോമിൽ വന്ന. അത് ശരി. ഇതിക്ക് അവിടെ ഉള്ള ഫോറസ്റ്റുകാരെ ഇടപെടൽ എങ്ങനെയാണ്? തനിച്ചറ്റത്ര അവിടെ മദ്യപാനം എന്നല്ലാണ്ട് വിളിച്ചിട്ട് അവിടെ എടുക്കുന്നില്ല. മദ്യപാനാണ് അവിടെ. ഫോറസ്റ്റ് ഓഫീസിൽ മൊത്തം മദ്യപാന. മാള മത്സ്യ മാർക്കറ്റ് അടച്ചുപൂട്ടലിനെതിരെ പ്രതിഷേധിച്ച പഞ്ചായത്ത് അംഗം ജിയോ കുടിയനെ CPI അംഗം പിക്കാസ് കൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. വ്യാഴാഴ്ചയാണ് സംഭവം. മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ പച്ചക്കറി മത്സ്യ മാർക്കറ്റ് സംരക്ഷണ വേലി കെട്ടാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം എത്തിയിരുന്നു. ഇവരോടൊപ്പം LDFിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു. സംരക്ഷണ വേലി കെട്ടുന്നത് തടയാൻ ശ്രമിച്ച കോൺഗ്രസ് അംഗം ജിയോ കുടിയനെ CPI അംഗമായ ബൈജു മണന്തറ പിക്കാസ് എടുത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നോക്കി നിന്നതായി ജിയോ കുടിയൻ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് മാള ടൗണിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം DCC സെക്രട്ടറി AA അഷഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. ഏകദേശം 40ഓളം തൊഴിലാളികൾ മത്സ്യം വിപണനം ചെയ്തു, വേറെ സ്ഥലത്തേക്ക് മത്സ്യം കൊണ്ടുപോയി അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന 40ഓളം ജീവനക്കാർ പട്ടിണിയിലാവുമെന്ന സ്ഥിതി കണ്ടുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ മത്സ്യ മാർക്കറ്റ് അടച്ചുപൂട്ടാൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ മുസ്ലിംസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് പഞ്ചായത്ത് ഭരണസമിതി ഇത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിന് ശേഷവും ഇവിടെ മത്സ്യത്തൊഴിലാളികൾ ആ പരിസരത്ത് നിന്ന് മത്സ്യം വിപണനം ചെയ്തിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം മത്സ്യ മാർക്കറ്റ് കടക്കുന്ന വഴി അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ കുടുംബങ്ങളെ ദ്രോഹിക്കുക എന്നാണ് അർത്ഥം. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, സാജൻ കുടിയൻ, ഡെയ്സി തോമസ്, ഹക്കിം ഇക്ബാൽ, സൈമൺ പെരേപ്പാടൻ, KN സജീവൻ എന്നിവർ സംസാരിച്ചു. അതേസമയം തന്നെ അപായപ്പെടുത്താൻ കോൺഗ്രസ് അംഗം ശ്രമിച്ചു എന്നാരോപിച്ച് ബൈജു മണന്തറ മാള പോലീസിൽ പരാതി നൽകി. ബൈജു മണന്തറയ്ക്കെതിരെ മാള പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു. സ്വതന്ത്രമായ പൊതുപ്രവർത്തനം നടത്താൻ CPM പ്രവർത്തകർ തടസ്സം സൃഷ്ടിക്കുന്നതായും കോൺഗ്രസ് ആരോപിച്ചു. മീഡിയ ടൈം മാള. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വടക്കുമുറി ഗവൺമെന്റ് LP സ്കൂളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച സ്കൂൾ കെട്ടിടത്തിന്റെയും സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെയും SSK ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഹാളിന്റെയും ഉദ്ഘാടനം നടന്നു. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു. വലിയ രീതിയിൽ വിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന പശ്ചാത്തലം മാറി. നല്ല കെട്ടിടങ്ങൾ കിഫ്ബി പദ്ധതിയിലുണ്ട്, സർക്കാരിൻ്റെ പ്ലാൻ ഫണ്ടിലുണ്ട്, MLA ആസ്തി വികസന ഫണ്ട് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ നടപ്പിലാക്കപ്പെട്ടു പോയ കാലം. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം ഇവിടെയുണ്ടോ? ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടത്തിൽ മക്കളെ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവില്ല. കാരണം പണ്ടത്തെ പോലെ കുറേ മക്കളൊന്നും ആർക്കില്ല, 1, 2 തീർന്നില്ല. ഷെയറൊക്കെ 3 ഉണ്ടാവും. പണ്ട് 5, 6 മക്കളുണ്ട് രക്ഷിതാക്കൾക്ക്, ഇപ്പം അങ്ങനെ ഇല്ല. അപ്പം ഇങ്ങനെ വരുമ്പം 2 മക്കളുള്ള ആൾക്കാർ, 1 മക്കളുള്ള ആൾ മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ പറഞ്ഞേക്കാൻ ശ്രമിക്കുക. മികച്ച അടിസ്ഥാന പശ്ചാത്തലം. അപ്പം അടിസ്ഥാന പശ്ചാത്തലം മികച്ചതാകുമ്പോൾ മാത്രമേ കുട്ടികൾ ഇങ്ങോട്ടെത്തൂ. 1 അടിസ്ഥാന പശ്ചാത്തലം മെച്ചപ്പെടണം, 2 മികച്ച അധ്യാപകരുണ്ടാകണം, 3 മികച്ച PT ഉണ്ടാകണം, 4 പ്രാദേശികമായ ജനങ്ങൾ ഇതിനെ പിന്തുണക്കണം. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സംഗീത അനീഷ്, AN രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് അംഗങ്ങളായ പത്മിനി ഗോപിനാഥ്, ശൈലജ സന്തോഷ്, AV ഉണ്ണികൃഷ്ണൻ, AEO KK സുരേഷ്, TK സന്തോഷ്, UV വാസുദേവൻ, പ്രധാനാധ്യാപിക CA ഷംലു എന്നിവർ സംസാരിച്ചു.
കാട്ടാനകളെ പ്രകോപിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന വനം വകുപ്പിന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച സഞ്ചാരികൾ. ആനക്കയത്താണ് ഇന്ന് കാട്ടാനയെ സഞ്ചാരികൾ പ്രകോപിപ്പിച്ചത്. മൊബൈലിൽ ഫോട്ടോയെടുത്തും ഒച്ചവച്ചും പലവട്ടം പ്രകോപിപ്പിച്ച ആന സഞ്ചാരികൾക്ക് നേരെ തിരിയുകയും ചെയ്തിരുന്നു. തലനാരിഴയ്ക്കാണ് ഇവർ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലിയപറമ്പിലുള്ള നവരത്നം ജ്വല്ലറിയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 26 വയസ്സുള്ള ജിബു സർക്കാരിനെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്കൂൾ ഉച്ചഭക്ഷണ വിതരണ പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. പ്രധാനാധ്യാപകർ വീണ്ടും പ്രതിസന്ധിയിലായി. തുക അനുവദിച്ചതായി ഉത്തരവ് ഇറങ്ങിയെങ്കിലും സ്കൂൾ അക്കൗണ്ടിലേക്ക് ഇനിയും പണം എത്തിയിട്ടില്ല. അതിരപ്പിള്ളിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഗൃഹനാഥനെ വീട്ടിൽ കയറി ആക്രമിച്ചതായി പരാതി. വെറ്റിലപ്പാറ അരൂർമൊഴി മാളിയേക്കൽ വീട്ടിൽ ഡേവിസിനെയാണ് അരൂർമൊഴി ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ അടിച്ചത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.